നമ്മളെല്ലാവരും നീറ്റ് ടോപ്പർ ആവണം വേണ്ടിയിട്ട് പഠിക്കുന്ന ആൾക്കാരാണ് അല്ലേ. നമുക്കറിയാം നീറ്റിൽ ടോപ്പറായിട്ട് ഡൽഹി എയിംസിലോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ ഒക്കെ വന്ന് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിലുള്ള അധിക ആളുകളുടെയും ആഗ്രഹം എന്ന് പറയുന്നത്. സോ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് ടോപ്പേഴ്സിനെ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് ടോപ്പേഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റികൾ, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലാണ് നമ്മൾ ടോപ്പർ ആവാൻ പറ്റുക എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ആഗ്രഹമുള്ള കാര്യമായിരിക്കും. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക നമ്മുടെ നീറ്റ് ടോപ്പേഴ്സിന് എപ്പോഴും ഉണ്ടാകുന്ന 5 മിനിമം ക്വാളിറ്റീസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനലിൽ ഇതുപോലെ നീറ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നീറ്റ് ടോപ്പേഴ്സിന്റെ 5 ക്വാളിറ്റീസ്. അഞ്ചാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും അവർ ഒരു കാര്യത്തിലും കംപ്ലൈൻറ്റ് ചെയ്യാത്തവളായിരിക്കും എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി നോ കംപ്ലൈൻറ്റ്സ്, അബ്സല്യൂട്ട്ലി നോ കംപ്ലൈൻറ്റ്സ്. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ആ ചാപ്റ്റർ എടുത്ത സാറിൻ്റെ ക്ലാസ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, ആ ചാപ്റ്റർ എടുത്ത സാറിൻ്റെ സ്വഭാവം ശരിയല്ല, അല്ലെങ്കിൽ ഇത് പഠിച്ചുകൊണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇന്ന പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാരണവശാലും യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റ്സുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് അതാണ് വളരെ വളരെ നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഇംപ്ലൈ ചെയ്യേണ്ട കാര്യം. കാരണം വെച്ചാൽ നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ പാകത്തിനുള്ള നിരവധിയായ അവസരങ്ങൾ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ അതിൽ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ പഠനത്തിൽ നിന്നുള്ള ഫോക്കസ് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. സോ ഡെഫിനറ്റ്ലി പ്രത്യേകിച്ച് കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മളെ കൊണ്ട് ആ കംപ്ലൈൻറ്റ്സ് ഒക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. സോ അഞ്ചാമത്തെ ക്വാളിറ്റി ഞാൻ പറഞ്ഞത് ഇതാണ്, ദേ വിൽ നെവർ ഹാവ് എ കംപ്ലൈൻറ്റ് എന്നുള്ളതാണ്. നാലാമത്തെ അവരുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യം വെച്ചാൽ അവർക്ക് എക്സ്ക്യൂസസ് ഉണ്ടാവില്ല. ഡെഫിനറ്റ്ലി നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ കംപ്ലൈൻറ്റ്സ് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളാണ്. അതായത് ഏതെങ്കിലും ഒരു മോക്ക് എക്സാം അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമിന് അവർക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ അവർ വിചാരിച്ചത്ര അവർ സ്കോർ ചെയ്ത് വന്നിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിലേക്ക് വരുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ ഈ കുട്ടികളോട്, നമ്മൾ ടോപ്പർ ആവാൻ പോകുന്ന കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ മിനിമം കാര്യങ്ങളെ പറയുള്ളൂ. അവർ പറയുന്നത് വെച്ചാൽ ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു സാറേ അതുകൊണ്ട് എനിക്ക് മാർക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു കല്യാണത്തിന് പോകേണ്ടി വന്നു അതുകൊണ്ട് എൻ്റെ മാർക്ക് കുറഞ്ഞ ഇതാണ്, അല്ലെങ്കിൽ ഞാൻ അസുഖമുള്ളതായിരുന്നു അതുകൊണ്ടാണ് എക്സാം എഴുതാത്തത്, അടുത്ത എക്സാമിന് ഞാൻ ശരിയാക്കിക്കോളാം. അപ്പം തന്നെ അവരത് റെക്ടിഫൈ ചെയ്ത് പറയുകയും ചെയ്യും. പക്ഷേ നമുക്ക് കുറച്ചൊരു എന്താ പറയുക, അത്ര ടോപ്പർ ആവാത്ത ഒരാളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഒരുപാട് എക്സ്ക്യൂസ് ഉണ്ടാവും. അതായത് എൻ്റെ അമ്മായിയുടെ മോളുടെ വീട്ടിൽ കല്യാണമായിരുന്നു, അപ്പം അങ്ങോട്ട് പോയപ്പം പിന്നെ വീട്ടുകാരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നപ്പം പിന്നെ ഞാൻ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ പഠിക്കാൻ സമയം കിട്ടാണ്ട് വന്നപ്പം പിന്നെ ആകെപ്പാടെ ടെൻഷനായി, പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉത്തരം ഒരു 4-5 സെന്റൻസിൽ, അതിന് ചിലപ്പോൾ അതോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സെന്റൻസിലേക്ക് ഉത്തരം മാറിപ്പോകാറുണ്ട്. ഈ ടോപ്പേഴ്സിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ദർ വിൽ നോട്ട് ബി എനി എക്സ്ക്യൂസസ്. ഒരൊറ്റ സെന്റൻസ് അല്ലെങ്കിൽ 2 സെന്റൻസിൽ അവർ കറക്റ്റായിട്ട് കാര്യം പറയും. അതുപോലെ തന്നെ അടുത്ത എക്സാമിനത് ഞാൻ മാറ്റിക്കൊള്ളാം എന്നുള്ള കാര്യം നമ്മളോട് പ്രോമിസ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ദേ വിൽ നെവർ ടെൽ ആൻ എക്സ്ക്യൂസ്. അതാണ് അവരുടെ ഒരു വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മൂന്നാമത്തെ ഒരു ക്വാളിറ്റി നമ്മൾ എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ദേ വിൽ നെവർ ഹാവ് എ കൺഫ്യൂഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു ടോപ്പറോട് നമ്മൾ ചോദിക്കുകയാണ് ഫിസിക്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, അപ്പോൾ അവർ കറക്റ്റായിട്ട് പറയും ഫിസിക്സ് ഞാൻ പ്രോബ്ലം ചെയ്താണ് പഠിക്കുക, ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് നോട്ട് വായിക്കും, പിന്നെ ഞാൻ പ്രോബ്ലം ചെയ്തിട്ടാണ് പഠിക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കും പ്രോബ്ലം ചെയ്യാൻ ഏത് ഗൈഡാണ് ഉപയോഗിക്കുക, അപ്പോൾ ഏതെങ്കിലും ഒരു ഗൈഡ്, കൈ കിട്ടുന്ന ഒരു ഗൈഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പഠിക്കുക. അങ്ങനെയായിരിക്കും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത രീതിയിലായിരിക്കും ചോദിക്കുക. ഇനി ടോപ്പർ അല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ടോപ്പർ ആവാൻ സാധ്യതയില്ലാത്ത ആളുകളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കാര്യം എന്ന് വെച്ചാൽ അവരിങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ ഫിസിക്സിന് പ്രോബ്ലം ചെയ്യാണോ ചെയ്യേണ്ടത്, അതോ നോട്ട് വായിക്കുകയാണോ ചെയ്യേണ്ടത്, ഫിസിക്സിന്റെ ക്ലാസ് ഒരു പ്രാവശ്യം കൂടി കാണുകയാണോ ചെയ്യേണ്ടത്, അതോ നോട്ട് 3 പ്രാവശ്യം കൂടി വായിക്കുകയാണോ ചെയ്യേണ്ടത്, ഈ ഗൈഡാണോ നല്ലത്, ആ ഗൈഡാണോ നല്ലത്, ബയോളജി പഠിക്കാൻ വേണ്ടി ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസ് വെക്കണോ, ഈ യൂട്യൂബിലെ ക്ലാസ് വെക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ നമ്മൾ തമാശക്ക് പറയാറുള്ള ഒരു സാധനം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഈ CID മൂസയിലെ ബിന്ദു പണിക്കരുടെ ഒരു കണ്ടീഷൻസ് ഉണ്ട്, കൺഫ്യൂഷൻസ് ആക്കുക. എൻ്റെ TV, എൻ്റെ ഫ്രിഡ്ജ്, എൻ്റെ അത് ഇത് എന്താ എടുക്കേണ്ടത്, എന്തെടുത്തോണ്ടാണ് നമ്മൾ ഓടി ഇറങ്ങേണ്ടത് എന്നുള്ള കാര്യത്തിൽ അവർ എപ്പോഴും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ടോപ്പേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത് there will not be any confusions. ഒരു കൺഫ്യൂഷനും ഇല്ല. കാരണം ഫിസിക്സ് ഇങ്ങനെയാണ്, എനിക്ക് ഇതാണ് പഠിക്കാനുള്ളത്, ഞാൻ ഇതാണ് ചെയ്യുക, ഇത് മാത്രമാണ് ചെയ്യേണ്ടത്. കെമിസ്ട്രിയിൽ ഇങ്ങനെയാണ്, ബയോളജിയിൽ ഇങ്ങനെയാണ്, പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് പരീക്ഷയുടെ കാര്യം ചോദിച്ചാലും അങ്ങനെ തന്നെയാണ്. ചില കുട്ടികൾ പറയും OMR ബബിൾ ചെയ്യുകയാണോ അത് ബബിൾ ചെയ്യാതിരിക്കുകയാണോ നല്ലത് എന്നുള്ളതൊക്കെ ആയിരിക്കും ഇവരുടെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ടോപ്പേഴ്സിന് ഒരിക്കലും അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസും ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ടോപ്പേഴ്സ് വിൽ നെവർ ഹാവ് എ കൺഫ്യൂഷൻ. അവർക്ക് ഇതിനെ പറ്റിയിട്ട് വ്യക്തമായ പ്ലാൻ ഉണ്ടാവും. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനാണ്. നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. സോ അവരോട് നമ്മൾ ചോദിക്കുകയാണ് മക്കളെ നിങ്ങളിപ്പോൾ എത്ര ചാപ്റ്റർ പഠിച്ചു, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ അവർ പറയും സാർ 96 ചാപ്റ്റർ മൊത്തം ഉണ്ട്, അതിനകത്ത് ഞാനിപ്പോൾ ഒരു 36 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്, ഈ 36 2 എനിക്ക് അറിയില്ലാത്തതാണ്, ഈ 2 ഞാൻ അടുത്ത ആഴ്ച അതിൻ്റെ റിവിഷൻ ക്ലാസ് വരുമ്പോൾ ഞാനത് കേട്ടോളാം, പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ ഡെയിലി 3 ചാപ്റ്റർ എന്നുള്ള നിലയിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്.
സോ ആ ഒരു നിലയിൽ പോകും. പിന്നെ എനിക്ക് റിവിഷൻ ഇത്ര സമയമുണ്ട്, ആ സമയത്ത് ഞാൻ റിവൈസ് ചെയ്യും, ഇത്ര സാധനങ്ങളുണ്ട്, അത് കറക്റ്റായിട്ട് പറയുന്നുണ്ടാവും. നമ്മളിപ്പോൾ ചോദിക്കുകയാണ്, അപ്പോൾ ഈ ടോപ്പിക് എപ്പോഴാണ് നിങ്ങൾ പഠിക്കുക, ഈ ടോപ്പിക്ക് ഇന്ന് രാത്രിയാണ് ഞാൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഈ കെമിസ്ട്രി എപ്പോഴാണ് നിങ്ങൾ യൂഷ്വലി പഠിക്കാറ്, കെമിസ്ട്രി ഞാൻ രാത്രി ഇരുന്നിട്ടാണ് പഠിക്കാറ്, ബയോളജി എപ്പോഴാണ് പഠിക്കാറ്, ഞാൻ രാവിലെ എണീക്കുമ്പോഴാണ് പഠിക്കാറ്. അങ്ങനെ കറക്റ്റായിട്ട് അവരുടെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവും അവരുടെ ടൈം എങ്ങനെ വിനിയോഗിക്കണം, ഏതെല്ലാം സബ്ജക്ട്സ്, ഏതെല്ലാം ചാപ്റ്റേഴ്സ്, അത് എപ്പോഴൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ പ്ലാൻ ഉണ്ടാവും. പക്ഷേ ഞാൻ ഈ എന്താ പറയുക, അല്ലാത്ത ആളുകളോട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് കാണുന്നത് വെച്ചാൽ അവർക്കൊരു കറക്റ്റ് പ്ലാൻ ഒന്നുമില്ല. ഇപ്പം നിങ്ങൾ എത്ര പഠിച്ചു, ഞങ്ങൾ കുറേ പഠിച്ചു, കുറേ ഒന്നും പഠിച്ചില്ല, പിന്നെ എവിടെ എത്തിയെന്ന് അറിയില്ല, പിന്നെ ഇനിയിപ്പോൾ എത്ര സമയമുണ്ട്, ഇനിയുള്ള സമയം പഠിച്ചാൽ മതിയാവുമോ, ഈ സമയം കൊണ്ട് മാത്രം നമുക്ക് എത്താൻ പറ്റുമോ, അങ്ങനത്തെ രീതിയിലുള്ള അഗെയിൻ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഇല്ലായ്മയുടെ എല്ലാവിധ കാര്യങ്ങളും നമ്മളവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ടോപ്പേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം കറക്റ്റ് ആയിരിക്കും. നമ്മൾ ഇത്ര ദിവസം ബാക്കിയുണ്ട്, ആ ദിവസത്തിൽ ഇത്ര ദിവസം ഇന്ന സാധനമാണ് പഠിക്കുക, ഇത്ര ദിവസം നമ്മൾ പഠിക്കാനാണ് ഉപയോഗിക്കുക, ഇത്ര ദിവസം നമ്മൾ റിവിഷൻ എക്സാം, ലാസ്റ്റ് ഇത്ര ഫുൾ മോക്ക് എക്സാമിന് തലേ ദിവസം പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ എന്തുണ്ടാക്കുക, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ടോപ്പേഴ്സിന്റെ രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ദേ വിൽ ഓൾവേസ് ഹാവ് എ വെൽ പ്രിപ്പയർഡ് പ്ലാൻ. ഫസ്റ്റ് ക്വാളിറ്റി ഓഫ് എ ടോപ്പർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ബി വെരി വെൽ ഫോക്കസ്ഡ് എന്നുള്ളതായിരിക്കും. അതായത് നമ്മൾ മത്സര കുതിരകളെ കണ്ടിട്ടുണ്ട്, കുതിര പന്തയത്തിലൊക്കെ ഓടുന്ന കുതിരകൾ. അവർ എപ്പോഴും നോക്കുന്നത് അവരുടെ രണ്ട് കണ്ണിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് ബ്ലൈൻഡേഴ്സ് വെക്കും, ചുറ്റുമുള്ള കാഴ്ചകൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ചുറ്റുമുള്ള കാര്യങ്ങൾ എന്തെല്ലാം നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഈ കുതിരകൾക്ക് യാതൊരുവിധ അറിവ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ രണ്ട് ബ്ലൈൻഡേഴ്സ് ഇങ്ങനെ വെക്കുക ചെയ്യുക. നേരെ മുന്നിൽ കാണുന്ന ആ ഒരു ഒറ്റ ലക്ഷ്യം, ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി മാത്രം ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും ഇവരുണ്ടാവുക. സോ നമ്മുടെ നീറ്റ് ടോപ്പേഴ്സും ഏകദേശം ഇതുപോലത്തെ ഒരു പന്തയ കുതിരനെ പോലത്തെ ആൾക്കാരായിരിക്കും. അവരെന്ന് പറഞ്ഞാൽ അവരുടെ ടാർഗറ്റ് ആയിട്ടുള്ള നീറ്റ് 2022 അല്ലെങ്കിൽ 2023 ഏത് നീറ്റാണോ ആ നീറ്റ് എക്സാം ആയിരിക്കും അവരുടെ ഒറ്റ സിംഗിൾ പോയിന്റ് ടാർഗറ്റ്. അതല്ലാതെ വേറെ ഒരു ടാർഗറ്റും അവരുടെ കയ്യിൽ ഉണ്ടാവുന്നതായിട്ട് കാണില്ല. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റേജ് അനുസരിച്ചിട്ട് ഇനി നീറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 50 ദിവസത്തിന് മുകളിലുണ്ട്. സോ ഈ ദിവസങ്ങളിലെല്ലാം അവർ വരുന്ന ചെറിയ ചെറിയ എക്സാംസ് ഉണ്ടാവും, ചെറിയ ചെറിയ റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും, ചെറിയ ചെറിയ ബാക്കി കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫാമിലി ഫംഗ്ഷൻസ് ഉണ്ടാവും, ചില അസുഖങ്ങൾ, മരണങ്ങൾ, പലതരത്തിലായ പരിപാടികൾ, കാര്യങ്ങളൊക്കെ ചുറ്റും നടക്കുന്നുണ്ടാവും. സോ ഇതിലൊക്കെ ഇവർ ശ്രദ്ധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ നെവർ എവർ അതിലേക്ക് ഒന്നും ഫോക്കസ് പോകില്ല. അവർ വെൽ ഫോക്കസ്ഡ് ആയിരിക്കും, ഓൺ ദ ടാർഗറ്റിൽ തന്നെയായിരിക്കും അവരുടെ എപ്പോഴുള്ള ഫോക്കസ്. ഇനി അപ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മൾ ഇപ്പോൾ എഴുതുന്ന മോക്ക് എക്സാംസ് ചിലപ്പോൾ മാർക്ക് കുറയും, ചില മോക്ക് എക്സാംസ് നമുക്ക് മാർക്ക് കൂടും. പക്ഷേ അതിലൊന്നും അവർ ഒരിക്കലും എക്സൈറ്റഡ് ആവുകയോ ഡീമോട്ടിവേറ്റഡ് ആവുകയോ ഡിപ്രസ്ഡ് ആവുകയോ ഒന്നും ചെയ്യില്ല. നല്ല മാർക്ക് കിട്ടിയ എക്സൈറ്റ്മെന്റും ഇല്ല, മോശം മാർക്ക് കിട്ടിയ ഡീമോട്ടിവേഷനും ഇല്ല. അവരുടെ ടാർഗറ്റ് നീറ്റ് എക്സാം, ഒരൊറ്റ ഉദ്ദേശം മാത്രമായിരിക്കും ഉണ്ടാവുക. സോ അവർ അത്രയധികം ഫോക്കസ്ഡ് ആയിരിക്കും അവരുണ്ടാവുക. സോ ഇതാണ് നമ്മുടെ ഏറ്റവും അറ്റ്മോസ്റ്റ് നമ്മൾ എല്ലാ ടോപ്പേഴ്സിലും യൂണിവേഴ്സലായിട്ട് എവിടെ പോയിട്ടുള്ള ടോപ്പേഴ്സിലും നമുക്ക് കാണുന്ന ഒരു സാധനമാണ് ദേ വിൽ ബി വെൽ ഫോക്കസ്ഡ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പേഴ്സിന്റെ 5 ക്വാളിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഒരിക്കൽ കൂടി റിവൈസ് ചെയ്ത് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ എന്തുണ്ടാവില്ല, കംപ്ലൈന്റുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ സാധനം അവർക്ക് എക്സ്ക്യൂസസ് ഉണ്ടാവില്ല. അടുത്ത സാധനം അവർക്ക് ഒരു വെൽ പ്രിപ്പയർഡ് പ്ലാൻ ഉണ്ടാവും. ആൻഡ് ലാസ്റ്റ് സാധനം ദേ വിൽ ബി വെൽ ഫോക്കസ്ഡ് എന്നായിരിക്കും. സോ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു സ്റ്റുഡന്റിനോട് നമ്മൾ കുറച്ച് നേരം ഒരു 2 minutes സംസാരിക്കാൻ കിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മളിത് പതുക്കെ ഇങ്ങനെ മെഷർ ചെയ്ത് നോക്കാറുണ്ട്. സോ ഇത് എങ്ങനെ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കുട്ടീസ് എന്താ പറയുക, ഒരു റാങ്ക് ഹോൾഡർ ആവാൻ പറ്റുന്ന കുട്ടിയാണോ അല്ലെങ്കിൽ റാങ്ക് ഹോൾഡർ ആവാത്ത കുട്ടിയാണോ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടുള്ള ക്ലൂസ് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടാറുണ്ട്. ഇത് കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞങ്ങളെല്ലാവരും നീറ്റ് ക്രാക്ക് ചെയ്ത സമയത്ത് നമ്മൾ പഠിച്ച സമയത്തുണ്ടായ നമ്മൾ ഗെയിൻ ചെയ്ത എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞ 8-10 വർഷങ്ങളായിട്ട് ഒരുപാട് നീറ്റ് ആസ്പിരൻസിനെ കണ്ടതെന്നുള്ള എക്സ്പീരിയൻസുകളാണ്. സോ ഞാൻ നിങ്ങളോട് ഒരു അഡ്വൈസ് ആണ് ഈ വീഡിയോന്റെ എൻഡിൽ തരാൻ ഉദ്ദേശിക്കുന്നത്. ഈ 5 ക്വാളിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. നല്ല ഫോക്കസ്ഡ് ആയ, നല്ല പ്ലാൻ ഉണ്ടാവുന്ന, എക്സ്ക്യൂസുകളൊന്നും അധികം പറയാത്ത, കംപ്ലൈന്റുകളൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്തു പോകുന്ന, കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറിയ യു വിൽ ബി ദ ടോപ്പർ. ഡെഫിനറ്റ്ലി നിങ്ങൾ ടോപ്പേഴ്സ് ആയിരിക്കുന്നുണ്ടാവും. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട 5 സിമ്പിൾ സ്റ്റെപ്പുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ആൻഡ് ഇഷ്ടമായില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അടിയിൽ കമന്റ് ചെയ്യുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക. ആൻഡ് വീഡിയോ നിങ്ങളുടെ ബാക്കി കൂട്ടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്, ഷെയറും കൂടി ചെയ്യുക. സോ വീണ്ടും ഒരു വീഡിയോയിൽ നമ്മൾ കാണും. അതുവരേക്കും ബൈ ബൈ.